ഓക്കെ, നമ്മൾ ഇന്ന് ഡ്രാഫ്റ്റിംഗാണ് പഠിക്കണം. കമ്പനി ലോയിലാണ്, അതായത് സെക്കൻഡ് പാർട്ടിൽ, അതായത് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ജനറൽ മീറ്റിംഗ് എന്നൊക്കെ വരുന്ന പാഠത്തിലെ ഒരു സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റിങ്ങിന്റെ മെയിൻ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: PQR Limited wants to constitute an audit committee in the ensuing board meeting of the company. Pursuant to the applicable provisions of Companies Act 2013, draft a board resolution covering the following matters. Member of audit, first question, member of audit committee, chairman of audit committee, quorum for a meeting of audit committee, any two functions of said committee. ഡിസംബർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്കത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്നും ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഓഡിറ്റ് കമ്മിറ്റി. ഒരു പബ്ലിക് കമ്പനി ആകുമ്പോൾ അതിന് പല രീതിയിലുള്ള കമ്മിറ്റികളുണ്ട്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ട്, പിന്നെ നോമിനിയുടെ പിന്നെ അതേപോലെ ബാക്കിയുള്ള കമ്മിറ്റികളും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്, അതേപോലെ റിപ്പോർട്ടിംഗ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ്, ഇന്റേണൽ കൺട്രോൾ, അക്കൗണ്ടിങ്, റെഗുലേറ്ററി കംപ്ലയൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ് പറഞ്ഞാൽ കമ്മിറ്റിന്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അങ്ങനത്തെ ഉള്ള പല റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ റെഗുലേറ്ററി അതോറിറ്റിക്ക് ഡിസ്ക്ലോസ് ചെയ്യുക, അതേപോലെ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ ഉള്ളൊരു ഫംഗ്ഷനാണ് ഇവർ ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റി. അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. കമ്പനിക്ക് എന്താവും, ഉള്ളിലും ഒരു ഓഡിറ്റ് ഉണ്ട്, കമ്പനിക്ക് ഒരു പുറത്തൊരു ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ കമ്പനീന്റെ ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഓഡിറ്റ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ പുറത്തൊരു ഓഡിറ്റും ചെയ്യും. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുക. അതേപോലെ ഇന്റേണൽ ഓഡിറ്റ് അത് CA, CS, CMA അവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ റെഗുലേറ്ററി കംപ്ലയൻസസ്. നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കണില്ലേ, അതേപോലെ ഈ ഓഡിറ്റ് കമ്മിറ്റിന്റെ ഒരു പ്രത്യേകത ആയിട്ടുള്ള 2 റെഗുലേഷൻസ് ആണ് വരുന്നത്. ഒന്ന് കമ്പനീസ് ആക്ട് 2013 ഒരു ആക്ട് വരുന്നുണ്ട്, പിന്നെ അടുത്തത് സെബി റെഗുലേഷൻ. ഒരു ലിസ്റ്റഡ് കമ്പനി ആയാലും സെബി റെഗുലേഷൻസ് അത് നമ്മൾ മാനിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഒരു കമ്പനി മാനിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ അതും ഈ ഓവർസൈറ്റ് ചെയ്യണം ഈ ഓഡിറ്റ് കമ്മിറ്റി. പിന്നെ അതേപോലെ റിസ്ക് മാനേജ്മെന്റ്, കമ്പനിയുടെ എത്രത്തോളം ഇൻവെസ്റ്റ്, റിസ്ക് മാനേജ്മെന്റ് അതൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ക്ലിയർ ആയില്ല? അപ്പോൾ ഒന്നും കൊടുക്കുക, ഒരു കമ്പനി ആകുമ്പോൾ അതിനൊരു കമ്മിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സ്ഥാപനമാകുമ്പോൾ അതിനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന പോലെ ഒരു കമ്പനിക്ക് ആകുമ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാവും. അതിൽ പലതരം കമ്മിറ്റി ഉണ്ട്, സ്റ്റേക്ക് ഹോൾഡർ കമ്മിറ്റി, റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി, അതേപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. ഫസ്റ്റത്തെ പോയിന്റ്, ഈ കാര്യം മൈൻഡിൽ ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത്, ഈ ഓഡിറ്റ് കമ്മിറ്റിന്റെ മാൻഡേഷൻ ചെയ്യുന്ന 2 ഒരു ആക്ടും ഒരു റെഗുലേഷൻ ആണ്. ഒന്നാമത്തെ ആക്ട് കമ്പനീസ് ആക്ട് 2013, അടുത്തത് സെബി ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് റെഗുലേഷൻ 2015. ഈ റെഗുലേഷൻ ആണ്. ഇത് കമ്പനീസ് ആക്ട് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കും. പിന്നെ സെബി ലിസ്റ്റ് LODR ഒബ്ലിഗേഷൻസ് CMSL എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, അതിൽ നിങ്ങൾ പഠിക്കും. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 177. അതായത് ഓഡിറ്റ് കമ്മിറ്റി നിങ്ങൾ എവിടെ കേട്ടാലും ആദ്യം ഓർക്കേണ്ട സാധനം സെക്ഷൻ 177. സെക്ഷൻ 177 എന്നുള്ള സംഭവങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി നോക്കുമ്പോൾ മനപ്പാടാക്കേണ്ട ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് വരുമ്പോൾ നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി ഓർത്ത് വെക്കേണ്ട സാധനം 177. ഓഡിറ്റ് അപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഒരു നമ്പർ സേവ് ചെയ്യൂലേ, അപ്പോൾ അജ്സൽ നമ്പർ 9847 എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതേപോലെ നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക ഓഡിറ്റ് കമ്മിറ്റി 177, സെക്ഷൻ 177. അതേപോലെ ഒരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ റൂൾ 6 കമ്പനീസ് മീറ്റിംഗ് ആൻഡ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് റൂൾസ് 2014. ഇത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കിട്ടും. അതായത് ചിലപ്പോൾ അഡീഷണൽ മാർക്ക് നിങ്ങളെ ഇംപ്രസ് ചെയ്യാം, എക്സാമിനറിനെ ഇംപ്രസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177. പിന്നെ ഈ ഓഡിറ്റ് കമ്മിറ്റി മാൻഡേറ്റ് ചെയ്യണം, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്
ഈ ഫോളോയിങ് കമ്പനീസ് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യണം എന്നുള്ള കമ്പനീസിനെ കുറിച്ച് പറയാണ്. അതായത് ഒരു കമ്പനി, നമ്മളെ എല്ലാ കമ്പനീസിനും ഓഡിറ്റ് കമ്മിറ്റീനെ ആവശ്യമില്ല. അപ്പൊ ചില കമ്പനികൾക്ക് ഓഡിറ്റ് കമ്മിറ്റീനെ ആവശ്യമാണ്. അങ്ങനത്തെ കമ്പനീസ് ആരൊക്കെയാണ്? അങ്ങനത്തെ കമ്പനീസ് ആണ് എവരി ലിസ്റ്റഡ് പബ്ലിക് കമ്പനി. അത് എല്ലാ ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് കമ്പനിയും, പിന്നെ പബ്ലിക് കമ്പനീസ്, ലിസ്റ്റഡ് അല്ലാത്ത പബ്ലിക് കമ്പനീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ പബ്ലിക് കമ്പനീസിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര? 10 crore rupees ഓർ മോർ. 10 കോടിക്ക് മുകളിലുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ഇനീഷ്യലായിട്ട് തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, CCT-കാരായാലും. പിന്നെ എന്താ ടേൺ ഓവർ, നെറ്റ് വർത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ടേൺ ഓവർ. 100 crores rupees അതിന് അല്ലെങ്കിൽ അതിന് മുകളിൽ. പിന്നെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസോ ഡിബഞ്ചേഴ്സോ ഡെപ്പോസിറ്റോ എല്ലാ കമ്പനീസിന് ബാധകമല്ല. പക്ഷെ എങ്ങനെ 50 കോടിക്ക് മുകളിൽ ഇവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസും ഡിബഞ്ചേഴ്സും ഡെപ്പോസിറ്റും ഇത് വെവ്വേറെ അല്ല, ഒരുമിച്ചാണ്. ഡിബഞ്ചേഴ്സ് ഉണ്ട്, ലോൺസ് ഉണ്ട്, ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ മൂന്നിനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50 കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ അവരെ ഓഡിറ്റ് കമ്മിറ്റി ആ കമ്പനിയിൽ ഫോം ചെയ്യാനാണ്. ഏത്? പബ്ലിക് കമ്പനീസ്. പ്രൈവറ്റ് കമ്പനീസിന് ബാധകമല്ല. പക്ഷെ ഇതിനൊരു എക്സെപ്ഷൻ പറയുന്ന ഒരു കേസാണ് പറയുന്നത് ജോയിന്റ് വെഞ്ചർ. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീന്റെ എക്സെപ്ഷൻ ആണ് ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു 2 കമ്പനീസ് ചേർന്നിട്ട് ഒരു ഇനീഷ്യേറ്റീവ് തുടരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വെഞ്ചറാണ് ജോയിന്റ് വെഞ്ചർ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ റോഡ് നിർമ്മിക്കാനൊക്കെ ഒരു കോൺട്രാക്ട് എടുക്കൂലേ, ഒരു കമ്പനി ഒരു ആർക്കിടെക്ട് റോഡിന്റെ ഡിസൈനും എഞ്ചിനീയർ വർക്ക്സ് ആക്കാരും, മറ്റൊരു കമ്പനി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഒക്കെ വെക്കുന്ന ഒരു കമ്പനി ആക്കാരും. അപ്പൊ ഈ 2 പേരും ചേർന്നിട്ട് വലിയൊരു റോഡ് നിർമ്മിക്കാൻ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി SBI-ലൊക്കെ പഠിക്കും, അതുപോലെ കമ്പനി ലോയിലൊക്കെ പഠിക്കും. പിന്നെ ഓൺലി ഓൺ സബ്സിഡീസ്, അതായത് ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഹോൾഡിംഗ് കമ്പനി മൊത്തമായിട്ട് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഓൺലി ഓൺ സബ്സിഡി. സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന കമ്പനി സബ്സിഡി, ഓൺലി ഓൺ സബ്സിഡി. പിന്നെ ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അതായത് ആ കമ്പനി പ്രത്യേകിച്ച് അതിന്റെ വർക്ക്സ് അതായത് കമ്പനി സെയിൽസോ കാര്യങ്ങളായിട്ട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അതായത് ഡോർമെന്റ് ആയിട്ടിരിക്കുക. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം വരിക. അപ്പോൾ കമ്പനി പ്രത്യേകിച്ച് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിയല്ല, അതാണ് ഡോർമെന്റ് കമ്പനി. നിങ്ങൾ കമ്പനി ലോണിന് ഈ ഡോർമെന്റ് കമ്പനിയെ കുറിച്ച് പഠിക്കും. അതിന് എസ്പെഷ്യലി ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. 5 വർഷത്തേക്ക് ഡോർമെന്റ് കമ്പനികൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡോർമെന്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഡോർമെന്റ് കമ്പനിയിൽ നിന്ന് മാത്രം ഓർത്താൽ മതി. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം, കമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഒരു ഓഡിറ്റ് കമ്മിറ്റിയിലെ കമ്പോസിഷൻ എങ്ങനെ? നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. അത് സെക്ഷൻ 177 കമ്പനീസ് ആക്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2 കാര്യങ്ങൾ ഓഡിറ്റ് കമ്മിറ്റീനെ മാൻഡേറ്റ് ആക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെബി LODR റെഗുലേഷൻ. സെബി LODR റെഗുലേഷനിൽ റെഗുലേഷൻ 18. അപ്പോ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം തന്നെയും പിന്നെ സെബി LODR റെഗുലേഷൻ 18 പ്രകാരം തന്നെ 3 ഡയറക്ടേഴ്സ് വേണം. രണ്ടാമത്തെ ഡയറക്ടർ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഈസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹു ഈസ് നോട്ട് എ നോമിനി ഡയറക്ടർ. പിന്നെ ഈസ് എ അൺബയാസ്ഡ് ഡയറക്ടർ, അതായത് പ്രൊമോട്ടറുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് യാതൊരു മെറ്റീരിയലോ പെക്യൂനറി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഡയറക്ടേഴ്സ് ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സാം നടക്കാന്ന് വിചാരിച്ചോ. എക്സാം നടത്തുമ്പോൾ 10ത്തെ എക്സാം ഒക്കെ നടത്താണ്, അതേപോലെ +2ത്തെ എക്സാം നടത്താണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്കോഡ് വരികയാണ്. ആ സ്കോഡ് വരുന്നത് നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. കാരണം നിങ്ങളെ പഠിപ്പിച്ച മാഷല്ല, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളാവാനും സാധ്യതയില്ല. അപ്പൊ ഇയാളാണ് ഈ എക്സാമിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, കുട്ടികൾ കോപ്പി അടിക്കണില്ല, അങ്ങനെ നോക്കുക. അപ്പൊ അതേപോലെ ഒരു കമ്പനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഉണ്ട്. കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടറുമായിട്ടോ യാതൊരു ബന്ധമില്ല, എന്നാലും കമ്പനീന്റെ വർക്ക്സുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ നോക്കുന്ന ഡയറക്ടർ. അത്ര ഓർത്താൽ മതി. അതിന് ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ഡയറക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കും. അപ്പം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, അതായത് ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്പനീന്റെ മെയിൻ ഫങ്ഷൻസ് നടത്തുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ആ കമ്മിറ്റിന്റെ കാര്യങ്ങളിൽ യാതൊരുവിധ ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ യാതൊരുവിധ ഒഫൻസോ അല്ലെങ്കിൽ യാതൊരുവിധ ഒരു വക്രതകളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലത്തെ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഓഡിറ്റ് കമ്മിറ്റിയിൽ ഡയറക്ടേഴ്സ് ആണ് കാര്യമായിട്ടുണ്ടാവും.
ആ ഡയറക്ടേഴ്സിൽ മെജോറിറ്റി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. പിന്നെ സെബി റെഗുലേഷൻ 18 പ്രകാരം 2/3, അതായത് 2/3, അതായത് കമ്മിറ്റിയിൽ 3 ആൾക്കാരുണ്ടെങ്കിൽ 2 ആൾക്കാരും ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണെന്നാണ് അർത്ഥം. 2/3 ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. പിന്നെ ആ കമ്മിറ്റിക്ക് ഒരു SR ഇക്വിറ്റി ഷെയർസ് തന്നെ, അതായത് സ്പെഷ്യൽ റൈറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവും, മാർക്ക് സുക്കർബർഗ് ഇല്ല കൂടുതൽ ഫേസ്ബുക്കിന്റെ ഷെയർസ് ഓൺ ചെയ്യുന്നത്, പലതരം ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇയാൾക്ക് ഒരു SR ഇക്വിറ്റി ഷെയർസ് ഉണ്ടാവും, കാരണം ഈ ഫേസ്ബുക്കിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. കാരണം അയാൾക്ക് ഈ ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് ധാരാളം അറിവുകളും അതിന്റെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും ഈ മാർക്ക് സുക്കർബർഗിന് അറിയാം. അപ്പൊ അയാൾക്കൊരു SR ഇക്വിറ്റി ഷെയർസ് അറിയിക്കുന്നുണ്ട്. അതായത് ഈ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നുണ്ട്. അത്ര ഓർത്താൽ മതി, ബാക്കി നിങ്ങൾ പഠിക്കും. ഈ SR ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം വോട്ടിംഗ് റൈറ്റ്, അതായത് സ്പെഷ്യൽ റൈറ്റ് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ മൊത്തം ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവണം. പിന്നെ ചെയർപേഴ്സൺ, കമ്പനീസ് ആക്ട് പ്രത്യേകിച്ച് ചെയർപേഴ്സണിനെ കുറിച്ചിട്ടൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. The Companies Act 2013 does not prescribe the chairman of the audit committee shall be an independent director. കമ്പനീസ് ആക്ട് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവണമെന്ന് ചെയർമാനിന് ഒന്നും പറയുന്നില്ല. പക്ഷേ റെഗുലേഷൻ 18 സെബി LODR റെഗുലേഷൻ പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം അത് ചെയർമാൻ. പിന്നെ ആ കമ്മിറ്റിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ, അതായത് മീറ്റിംഗ് ഒക്കെ പ്രിസൈഡ് ചെയ്യുന്നത് SS2, അതായത് സെക്രട്ടറി സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് പ്രകാരം ചെയർമാനാണ് ആ മീറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുക, SS2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്റ് കമ്മിറ്റി അല്ലേ, അപ്പോൾ ഒരാൾക്ക് കണക്ക് എഴുതാനും സാധാരണയായിട്ട് നമ്മൾ ഒരാളെ ഹയർ ചെയ്യുക, ഒരു ഓഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും അതേപോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതിന്റെ ചെലവുകളും വരവുകളും ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടും ഈ അക്കൗണ്ടൻസിയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഹയർ ചെയ്യാം, ഏത് കമ്പനി ആയാലും. അതേപോലെ ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത് അബിലിറ്റി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. പക്ഷേ ഈ സെബി റെഗുലേഷൻ 18 വരുമ്പോൾ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കാനൊക്കെ ഇതൊക്കെ വായിച്ചാൽ ഇയാൾക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ പരിപാടികളെന്ന് മനസ്സിലാവും. അതാണ് ഫിനാൻഷ്യൽ ലിറ്ററേറ്റ്. പിന്നെ ആൻഡ് അറ്റ്ലീസ്റ്റ് 1 member ഷാൽ ഹാവ് അക്കൗണ്ടിങ് ഓർ റിലേറ്റഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ്. അതായത് ഒരാൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. അപ്പൊ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു മുതലാളി ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റർ എടുക്കാണ്. അപ്പൊ അതിൽ പറയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കൂലേ, അതേപോലെ ഒരു ഓഡിറ്റ് കമ്മിറ്റിക്ക് ഒരു ഇത്ര എക്സ്പീരിയൻസ് വേണമെന്നുള്ളൊരു മാൻഡേറ്റ് ആണ് ഇതിൽ കൊടുക്കുന്നത്. അത്ര കൊടുത്താൽ മതി. പിന്നെ പ്രസൻസ് ഇൻ AGM not provided in the act, however SS2 provide that either the chairman of the committee or other member of the committee authorized by chairman of committee can attend general meeting on their behalf. അതായത് കമ്പനീസ് ആക്ടിൽ പ്രത്യേകിച്ച് ഈ പ്രസൻസ് ഓഫ് AGM, അതായത് ചെയർമാന്റെ പ്രസൻസ് കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ എന്നാൽ സെക്രട്ടറി സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിൽ പറയുന്നത് ചെയർമാനോ അല്ലെങ്കിൽ ചെയർമാനോ അതോറൈസ് ചെയ്ത ഒരു പേഴ്സണോ ആ മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം. റെഗുലേഷൻ 18 സെബി LODR റെഗുലേഷനിൽ പറയുന്നത് ദി ചെയർപേഴ്സൺ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ബി പ്രസന്റ് അറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻസർ ദി ഷെയർ ഹോൾഡേഴ്സ് ക്വറീസ്. അതായത് ഷെയർ ഹോൾഡേഴ്സിനുള്ള എല്ലാ സംശയങ്ങളും കാര്യങ്ങളും ചെയർമാന് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കണം. അതേപോലെ ആ ചെയർമാൻ അവിടെ പ്രസന്റ് ആയിരിക്കണം എന്നാണ് റെഗുലേഷൻ 18 പറയുന്നത്. പിന്നെ സെക്രട്ടറി ഓഫ് ദി കമ്മിറ്റി, ആ കമ്മിറ്റിന്റെ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനി എവിടെ പോയാലും നമുക്ക് ചാൻസ് ആണ് കമ്പനി സെക്രട്ടറീസിന്. അപ്പോൾ കമ്പനി സെക്രട്ടറി പോയില്ല. പിന്നെ സെബി LODR റെഗുലേഷനിൽ പറയുന്നത് ഒരു കമ്പനി സെക്രട്ടറി ഒരു സെക്രട്ടേറിയറ്റ് വേണം ഓഡിറ്റ് കമ്മിറ്റിയിൽ. പിന്നെ പ്രസൻസ് ഓഫ് അതേഴ്സ് ഇൻ മീറ്റിംഗ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. ഒരു ഓഡിറ്റ് കമ്മിറ്റി ആകുമ്പോൾ ആ ഓഡിറ്റ് കമ്മിറ്റിയിലെ ആൾക്കാരല്ല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരും അതിൽ വേണം. അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ടത് പറഞ്ഞാൽ റെഗുലേഷൻ 18 സെബി LODR റെഗുലേഷൻ ആണ്. അതിൽ ദി കമ്മിറ്റി അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ, അതായത് കമ്മിറ്റിന്റെ അതിന്റെ താല്പര്യത്തോടെ ഫിനാൻസ് ഡയറക്ടർ or head of the finance function or head of the internal audit or representative of the statutory auditor ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റിന്റെ അപ്രൂവൽ പ്രകാരം ഇന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം കമ്മിറ്റിയിൽ. ഫിനാൻസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അങ്ങനെയൊക്കെ ഓരോ ടൈറ്റിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ പിന്നെ ഹെഡ് ഓഫ് ഫിനാൻസ് ഓഫീസർ, CEO, അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈറ്റിലുകൾ ഉണ്ടാവും. അതേപോലത്തെ ആൾക്കാരെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഈ പ്രൊവിഷനിൽ. പിന്നെ മീറ്റിംഗ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. ഈ നമ്മൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചാൽ പോരാ, ഈ കമ്മിറ്റിന്റെ കാര്യങ്ങളും ഇതൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കണം.
ഇപ്പോൾ ഉദാഹരണത്തിന് ചിലർക്ക് അമ്പല കമ്മിറ്റി, പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഓരോ സമയത്ത് ഓരോ മീറ്റിംഗ് കൂടുന്ന കാര്യങ്ങൾ ഗ്രൂപ്പിലൊക്കെ കേൾക്കുന്നതാണ്. അതേപോലെ ഓഡിറ്റ് കമ്മിറ്റിക്കും ഇതേപോലെ മീറ്റിംഗ് ഉണ്ട്. അത് മാൻഡേറ്ററി ആണ്, കാരണം ഓഡിറ്റ് കമ്മിറ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു വർഷത്തിൽ 4 ടൈംസ്. പിന്നെ ഓരോ മീറ്റിങ്ങിന്റെ ഇടയിൽ 120 ദിവസത്തിനേക്കാളും കൂടാനും പാടില്ല. അതായത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം നിങ്ങൾ മീറ്റിംഗ് ചെയ്യണം. ഈ ഒരു മീറ്റിംഗ് അടുത്ത മീറ്റിംഗ്, ഈ 2 മീറ്റിംഗിന്റെ ഇടയിൽ 120 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് പോകാനും പാടില്ല. ഈ 120 ദിവസത്തിന്റെ ഉള്ളിൽ മീറ്റിംഗ് നടത്താൻ വേണം. അങ്ങനെ 4 മീറ്റിംഗ് നിങ്ങൾ ഓഡിറ്റ് കമ്മിറ്റിക്ക് നടത്തണം. പിന്നെ കോറം ഓഫ് ദി മീറ്റിംഗ്. കോറം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനറൽ മീറ്റിംഗിലൊക്കെ പഠിക്കും. കോറം എന്ന് പറയുമ്പോൾ ആ മീറ്റിംഗിൽ പ്രസൻസ് ആവേണ്ട ആൾക്കാരെ കുറിച്ചാണ് കോറം എന്ന് പറയുന്നത്. അതിൽ കോറത്തിന്റെ കാര്യം പറയുമ്പോൾ 2 മെമ്പേഴ്സ്, ആ ഓഡിറ്റ് കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സും അല്ലെങ്കിൽ 1/3 ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി, ആ ഓഡിറ്റ് കമ്മിറ്റിയിലെ 1/3 മെമ്പേഴ്സും പ്രസന്റ് ആയിരിക്കണം. വിച്ചെവർ ഈസ് ഹയർ, 2 അല്ലെങ്കിൽ 1/3 ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റിയോ ആ കോറത്തിൽ പ്രസന്റ് ആയിരിക്കണം, വിച്ചെവർ ഈസ് ഹയർ. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അതിൽ പ്രസന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ പവർ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. പവർ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ റെഗുലേഷൻ 18 നോക്കാം. ദി ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ഹാവ് ദി പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് എനി ആക്ടിവിറ്റി വിത്തിൻ ഇറ്റ്സ് terms of reference, seek information from any employee, obtain outside legal or other professional advice, and secure attendance of all outsider with relevant expertise if it is considered necessary. അതായത് ഏതൊരു ആക്ടിവിറ്റിനെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫർമേഷൻ എംപ്ലോയ്മെന്റിൽ നിന്ന് കിട്ടാനും വേണ്ടിയിട്ട് അതേപോലെ അവരോട് ചോദിക്കുക. പിന്നെ അതേപോലെ ഈ കമ്പനി ആകുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. ഇപ്പോൾ മാർക്കറ്റിംഗ് ആയാലും സെയിൽസ് ആയാലും പല രീതിയിലുള്ള എക്സ്പോഷർ കമ്പനിക്ക് വേണം. അപ്പോൾ അതിൽ കൂടുതൽ വിവരമുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അഡ്വൈസ് ചോദിക്കേണ്ടി വരും. അപ്പോൾ അവരിൽ നിന്നൊക്കെ അഡ്വൈസ് ചോദിക്കാൻ ഓഡിറ്റ് കമ്മിറ്റിക്ക് പവർ ഉണ്ട്. പിന്നെ ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. അതായത് സെക്ഷൻ 177 സബ്സെക്ഷൻ 4 ഇതിന്റെ ഓഡിറ്റ് കമ്മിറ്റിന്റെ റോളും ഫങ്ഷൻസും പറയുന്നത്. ഫസ്റ്റത്തെ ഓഡിറ്റ് കമ്മിറ്റിന്റെ ഫങ്ഷൻസ് ആണ് റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓർ റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്. അതായത് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഒരു ഓഡിറ്റർ. അപ്പൊ ആ ഓഡിറ്ററിന്റെ അപ്പോയിന്റ്മെന്റ്, അയാളെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം, ഏത് രീതിയിൽ അപ്പോയിന്റ്മെന്റ്, എങ്ങനത്തെ ആളായിരിക്കും അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്, ആ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ, അയാൾ ചെയ്ത പണിക്ക് അയാൾക്ക് കൂലി കൊടുക്കുക, അതാണ് റെമ്യൂണറേഷൻ. പിന്നെ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ്, ഇയാൾ എത്ര കാലം നമ്മുടെ കമ്പനിയിൽ തുടരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഓഡിറ്റ് കമ്മിറ്റിയാണ്. റിവ്യൂ ആൻഡ് മോണിറ്റർ ഓഡിറ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഡിറ്റ് പ്രോസസ്. ഒരു ഓഡിറ്ററിന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അയാൾ ബയാസ് ആണോ എന്ന് നോക്കുകയാണ്. അയാളൊരു ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷാഭേദം കാണിക്കുക, അതായത് ഒരു പ്രത്യേകത കാണിക്കുക, അല്ലെങ്കിൽ അയാളുടെ പ്രൊമോട്ടേഴ്സിനൊക്കെ ഒരു പ്രത്യേകത കാണിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും അതേപോലെ ഇയാളുടെ പെർഫോമൻസ്, ഇയാളെ എങ്ങനെയാണ് ഈ കമ്മിറ്റിയിൽ ഈ ഓഡിറ്റിന്റെ കാര്യത്തിൽ ഇയാൾ പെർഫോം ചെയ്യുന്നത്, അയാളുടെ എഫക്റ്റീവ്നെസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ റിവ്യൂ ആൻഡ് മോണിറ്റർ ചെയ്യുന്ന ആളാണ് ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. അതാണ് ഇവരുടെ ഫങ്ഷൻസ് ആർ റോൾ. പിന്നെ എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതായത് പിന്നെ ഒരു കമ്പനിക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതേപോലെ ഓഡിറ്റർ റിപ്പോർട്ട് ഉണ്ടാവും. ഇതിനൊക്കെ പരിശോധിക്കുന്ന പരിപാടി ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. പിന്നെ അപ്രൂവൽ ഓഫ് എനി സബ്സിക്വന്റ് മോഡിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ കമ്പനീസ് വിത്ത് റിലേറ്റഡ് പാർട്ടീസ്. റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകത ഒരു ടോപ്പിക്കാണ്, അത് നിങ്ങൾ പഠിക്കും. മിനിമലായിട്ട് പറഞ്ഞാൽ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ പ്രൊമോട്ടറുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ പെക്യുലറായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് റിലേറ്റഡ് പാർട്ടീസ്. അതായത് ഒംനിബസ് അപ്രൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. ഇപ്പോൾ മിനിമം ആയിട്ട് റിലേറ്റഡ് പാർട്ടീസിന് കൊടുത്താൽ മതി. അപ്പോൾ ഇവരായിട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും ഒക്കെ മോഡിഫൈ ചെയ്യുന്നതും ഒക്കെ ഓഡിറ്റ് കമ്മിറ്റിയാണ്. പിന്നെ സ്ക്രൂട്ടിനിറ്റി ഓഫ് ഇന്റേണൽ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഇന്റേണൽ കോർപ്പറേറ്റ് ലോൺസ് പറയുമ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കാം, അതിനെ പരിശോധിക്കുന്ന ആളാണ് ഓഡിറ്റ് കമ്മിറ്റി. പിന്നെ വാല്യുവേഷൻ ഓഫ് അണ്ടർടേക്കിംഗ് ഓർ അസറ്റ്സ് ഓഫ് ദി കമ്മിറ്റി. അതായത് ആ കമ്പനീന്റെ വാല്യുവേഷനും പിന്നെ അസറ്റിന്റെ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഓഡിറ്റ് കമ്മിറ്റിക്ക് അങ്ങനത്തെ ഒരു റോളും കൂടിയുണ്ട്. പിന്നെ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ആ കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയി വിത്തൗട്ട് എറർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ആണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ സിസ്റ്റം. അതേപോലെ റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കമ്പനീസിന്റെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പോലെ പല ഘടകങ്ങളും റിസ്ക് മാനേജ്മെന്റിൽ പെടും.
അപ്പൊ ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളാണ് ഓഡിറ്റ് കമ്മിറ്റി. പിന്നെ മോണിറ്ററിംഗ് ദി എൻഡ് യൂസ് ഓഫ് ഫണ്ട്സ് റൈസസ് ത്രൂ പബ്ലിക് ഓഫേഴ്സ് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ്. അതായത് ഒരു പബ്ലിക് കമ്പനി ആകുമ്പോൾ ഫണ്ട് എവിടുന്ന റൈസ് ചെയ്യുന്നത്? പബ്ലിക്കിൽ നിന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് പൈസ വാങ്ങി ആ പൈസ കൊണ്ട് അവരുടെ എൻഡ് യൂസേഴ്സ്, അതായത് കമ്പനീന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയാണ് പബ്ലിക് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ വയലേറ്റ് ചെയ്യുക, അതിനെ എങ്ങനെ തരത്തിലാണ് ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഓഡിറ്റ് കമ്മിറ്റി. അതായത് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീന്റെ ഒരു ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ്, അത് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് ഓഡിറ്റ് കമ്മിറ്റി ഷാൽ റിവ്യൂ ദി ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സബ്മിറ്റ് ഇറ്റ് സെയിം ടു ദി ബോർഡ് വിത്ത് ഇറ്റ് റെക്കമെൻഡേഷൻ. ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ആ കമ്മിറ്റിന്റെ ക്വാർട്ടർലി അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ റിവ്യൂ ചെയ്തിട്ട് അത് ബോർഡിന് സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവരുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതുപോലെ ഒക്കെ വായിച്ചു നോക്കി അവരുടേതായിട്ടുള്ള റെക്കമെൻഡേഷൻ, ഈ കമ്പനിക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള റെക്കമെൻഡേഷൻ അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റോളും കൂടി ഓഡിറ്റ് കമ്മിറ്റിക്ക് ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിച്ചാൽ ഈ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ടോപ്പിക്ക് മനസ്സിലായില്ലേ? കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതെങ്കിലും മനസ്സിലാത്ത ഭാഗമുണ്ടോ? ഈ സാധനം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് 5 മാർക്ക് കിട്ടും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞതിന് ഇനി കുറച്ച് കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യാനുള്ളൂ. റിസോൾവ് ദാറ്റ്, റിസോൾവ് ഫർദർ ദാറ്റ് മിസ്റ്റർ ഡിൻ. ഡിൻ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടേഴ്സിന്റെ ഒരു ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നൊരു സംഭവമുണ്ട്. നമുക്ക് ആധാർ നമ്പർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഡയറക്ടറിനൊക്കെ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട്. അതാണ് ഈ ഡിൻ. റിസോൾവ് ഫർദർ ദാറ്റ്, റിസോൾവ് ഫർദർ ദാറ്റ്, ഫർദർ റിസോൾവ് ദാറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനം. ഇനി ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ്, ഫസ്റ്റിൽ റിസോൾവ് ദാറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് റിസോൾവ് ഫർദർ ദാറ്റ്, അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. 10 മിനിറ്റ് ടൈം ഉണ്ട്. പേപ്പറിന് വേണോ? പേപ്പർ അഡീഷണൽ ആണെങ്കിൽ പറഞ്ഞോ. ഇത് നിങ്ങളെ ഒരു നോട്ടിക്ക് എഴുതണം. ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ നോട്ടിക്ക് എഴുതണം. ക്വസ്റ്റ്യൻ എന്തായാലും നോട്ടിക്ക് എഴുതണം. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കണം. ആർക്കാ പേപ്പർ വേണ്ട? ആർക്കെങ്കിലും അഡീഷണൽ പേപ്പർ വേണോ? ടോപ്പിക്ക് മനസ്സിലാവാത്ത ആർക്കെങ്കിലും ഉണ്ടോ? അതായത് ഈ റിസോൾവ് ദാറ്റ് ഫർദർ ദാറ്റ് ഇല്ലേ, അത് ആദ്യം കൊടുക്കുക. ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഹലോ, ഞാൻ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓഡിറ്റ് കമ്മിറ്റി ക്ലിയർ ആയില്ല? എനിക്കേതാ മനസ്സിലാവാത്തത്? മനസ്സിലാവാത്ത ഭാഗം പറയും. ഫസ്റ്റ് നിങ്ങളെ ഒരു കാര്യം ചെയ്യും. ഈ ഇത് മെമ്പർ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ചെയർമാൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഫോറം ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി, ഈ 4 എഴുതും. ഈ ക്വസ്റ്റ്യൻസ് 4 എഴുതും.
ടോപ്പിക് ആർക്കാ മനസ്സിലാവാത്തത്? മനസ്സിലാത്തവരൊന്ന് കൈവന്തിക്കോ. ടോപ്പിക് മനസ്സിലായോ? ഓഡിറ്റ് കമ്മിറ്റി എന്താണോ അതിന്റെ ഇതൊക്കെ എന്താന്ന് മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനത്തെ ഈ സബ് ടോപ്പിക് ഇല്ലേ, സബ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ആദ്യം ഈ സബ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ചെയർമാൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഫോറം ഓഫ് ദി മീറ്റിംഗ്, എനി ടു ഫംഗ്ഷൻ ഓഫ് ദി സെറ്റ് കമ്മിറ്റി, അത് ആദ്യം എഴുതുന്നു. ആൻസർ അല്ല, ക്വസ്റ്റ്യൻ ആദ്യം എഴുത്. സൗണ്ട് ഇല്ല, എഴുത്. ആൻസർ വേണ്ട, ആൻസർ ഇപ്പൊ വേണ്ട. ഞാൻ പറയാ ചിലവർക്ക് ഇത് എന്താ ചില ഭാഗങ്ങള് എന്തോ സംശയം ഉണ്ടോ, അപ്പൊ പിന്നെ അത് ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിട്ടാ. ഉണ്ടായിരിക്കടാ. ക്വസ്റ്റ്യൻ ചെയ്തോ? പിന്നെ അത് സെക്ഷൻ 177 എഴുതിയാൽ മതി. 177 എഴുതിയ അത് കമ്പനീസ് ആക്ടിന്റെ റെഗുലേഷൻ 18ന്റെ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എഴുതിയോ. ഇതില് കമ്പനീസ് ആക്ടിന്റെ കമ്പനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പക്ഷെ എഴുതണ്ട്. എന്താണ് സംശയം ഉണ്ടോ? ഇല്ലേ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രാഫ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യന്. ഡ്രാഫ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യന്. അപ്പൊ ഡ്രാഫ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് മെമ്പർ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. ഒരു കമ്മിറ്റിയിൽ ആരൊക്കെ മെമ്പർ ആവണം എന്നാണ് ക്വസ്റ്റ്യന്. അപ്പൊ നമ്മൾ ഡ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഒരു വേർഡ് പറയുന്നത് റിസോൾവ്ഡ് ദാറ്റ് എന്നാണ്. നിങ്ങൾ ഏത് ഡ്രാഫ്റ്റിംഗ് ചെയ്താലും റിസോൾവ്ഡ് ദാറ്റ് ആണ് ആദ്യം വരിക. അപ്പൊ ഫസ്റ്റ് റിസോൾവ്ഡ് ദാറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെമ്പർ ഓഫ് ദി കമ്മിറ്റി കൊടുക്കണം. ഫസ്റ്റിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഓഡിറ്റ് കമ്മിറ്റി എവിടെ വന്നാലും സെക്ഷൻ 177 നിങ്ങൾ കൊടുക്കണം. അതായത് ആ സെക്ഷൻ മെൻഷൻ ചെയ്താലാണ് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുള്ളൂ. അടുത്തത് പറയുന്നത് പിന്നെ ഓഡിറ്റ് മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റിയാണ്. മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പ്രൊവിഷൻ പഠിച്ച പ്രകാരം മിനിമം 3 ഡയറക്ടേഴ്സ് വേണമെന്നാണ്. സെബി LODR റെഗുലേഷനും കമ്പനീസ് ആക്ടും പറയുന്നത് മിനിമം 3 ഡയറക്ടേഴ്സ് വേണമെന്നാണ്. അതിൽ 2/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണമെന്നാണ് സെബി LODR റെഗുലേഷൻ പറയുന്നത്. അപ്പോ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എങ്ങനെ വരിക? മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ആ 3 ഡയറക്ടേഴ്സിൽ തന്നെ 2/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം. അപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റ് കമ്മിറ്റിയിൽ എത്ര ഡയറക്ടേഴ്സിനെ കൊടുക്കാം? ആ ഡയറക്ടേഴ്സിൽ എന്താ മാൻഡേറ്ററി എന്നാണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണമെന്നാണ്. അപ്പൊ നമ്മൾ റിസോൾവ് ദാറ്റ് pursuant to section 177 of the Companies Act 2013 an audit committee consisting of following directors who are financially literate and be hereby constituted: 1 Mr. Independent Director,
2 Mr. Independent Director, 3 Mr. Independent Director, 4 Mr. Independent Director, 5 Mr. Managing Director, 6 Mr. Finance Officer. ഈ 5ഉം 6ഉം നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കണതാണ്. പക്ഷെ ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ് അവിടെ മാർക്ക് ചെയ്യുന്ന പോയിന്റ്. അതായത് മിനിമം 3 ഡയറക്ടേഴ്സ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ വേണം. ആ മിനിമം 3 ഡയറക്ടേഴ്സിൽ 2/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണെന്നാണ്. ഇതിൽ 6 മെമ്പേഴ്സ് ഉണ്ട്, 6 ഡയറക്ടേഴ്സ് ഉണ്ട്. 6 ഡയറക്ടേഴ്സിൽ 4 പേര് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആക്കിയില്ലേ? പിന്നെ നിങ്ങൾക്ക് വേർഡ്സ് ഉപയോഗിക്കാൻ പ്രയാസമാണെന്ന് തോന്നുമ്പോൾ ഈ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആ ടാബിൾ പഠിച്ചതാണ്. ഒരു ഓഡിറ്റ് കമ്മിറ്റീന്റെ ഒരു ഡയറക്ടേഴ്സ് ഒരു ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിരിക്കണം, അക്കൗണ്ടിങ്സിൽ എക്സ്പെർട്ടേഴ്സ് ഉണ്ടാവണം, എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് നമ്മൾ ആ ടാബിളിൽ പഠിച്ചിരിക്കണം. Educational qualification. Majority of members of audit committee, including chairperson, must have ability to read, understand the financial statement. Financially literate. ഇന്നിപ്പോ അതും വേണ്ട, റെഗുലേഷൻ 18 പറയണ്ട ഓൾ മെമ്പേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ചെയർമാൻ ഉൾപ്പെടെ എല്ലാ ഓഡിറ്റ് കമ്മിറ്റിയിലത്തെ മെമ്പേഴ്സ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിരിക്കണം. അതിൽ ഒരാൾക്ക് അക്കൗണ്ടിങ്ങിലും അതേപോലെ റിലേറ്റിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും എക്സ്പെർട്ടൈസ് ഉണ്ടാവണം എന്നാണ്. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇതാണ്. റിസോൾവ് ദാറ്റ് പെർസൺ ടു സെക്ഷൻ 177. റിസോൾവ് ദാറ്റ് നിങ്ങൾ ആദ്യം ഒരു ജനറൽ പേരായിട്ട് കൊടുക്കുക, ജനറൽ ആയിട്ട് നിങ്ങൾ ആ ആൻസർ എഴുതുമ്പോൾ കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം സെക്ഷൻ 177 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, ഇവിടെയാണ് മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ്. പിന്നെ ഓഡിറ്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ഡയറക്ടേഴ്സ് ആർ ഫിനാൻഷ്യലി ലിറ്ററേറ്റ്, അടുത്തൊരു പോയിന്റ് ആണ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ്. അത് ആ ടാബിൽ നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ആ 3 ഡയറക്ടേഴ്സിൽ തന്നെ 2/3 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണെന്നാണ് നിങ്ങൾ പഠിച്ചത്. അപ്പോൾ 6 ഡയറക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ 4 ഡയറക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. 2, ചെയർമാൻ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. ആരാണ് ആ ഓഡിറ്റ് കമ്മിറ്റിന്റെ ചെയർമാൻ? നമ്മൾ ആ ടാബിളിൽ പഠിച്ചതാണ്. ഒരു ഓഡിറ്റ് കമ്മിറ്റിന്റെ ചെയർമാൻ സെബി LODR റെഗുലേഷൻ, അതായത് റെഗുലേഷൻ 18 പ്രകാരം ചെയർമാൻ ആണ്. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം ചെയർമാനെ നമ്മൾ പഠിച്ചു ആ ടാബിളിൽ പറയുമ്പോൾ. അടുത്ത ആൻസർ ആണ് റിസോൾവ് ദാറ്റ് ഡാഷ് മിസ് ഡിൻ. അതായത് ആ ഡയറക്ടറിന്റെ പേര് നമ്മൾ ആ ഡാഷ് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ പേര് സ്പെസിഫൈ ചെയ്യണമെന്ന് വേണ്ട. പിന്നെ ഡിൻ നമ്പർ തന്നിട്ട് ഡിന്നിന്റെ ഒരു വേർഡും കൂടി കൊടുത്താൽ മതി. ഈ ഡിന്ന് അത് കൊടുക്കൽ മാൻഡറ്ററി ആണ്. അതായത് ഡയറക്ടേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ, അതായത് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഡിന്ന്, അത് കൊടുക്കൽ നിർബന്ധമാണ്. ഒരു ചെയർമാൻ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആണെന്നാണ് സെബി LODR റെഗുലേഷൻ 18 പ്രകാരം പറയുന്നത്. അതിൽ തന്നെ ഈ ഹാവിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് റിലേറ്റഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എക്സ്പീരിയൻസ് be hereby appointed as chairman of audit committee, and he shall preside the meeting of the audit committee from time to time, and as per SS to read with other applicable provision of the Companies Act 2013. The chairman of the audit committee shall present at the annual general meeting of the company to answer shareholders' queries. ഇത് നമ്മൾ ആ ടാബിളിൽ പഠിച്ചതാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഡിന്നാണ്. ഒരു ചെയർമാന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് ഡിന്ന്. അടുത്തത് ആ ചെയർമാന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേപോലെ ആ ചെയർമാൻ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിരിക്കണം. 1, 2, 3. പിന്നെ ഇയാളായിരിക്കണം, ചെയർമാൻ ആയിരിക്കണം ആ ഓഡിറ്റ് കമ്മിറ്റിന്റെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത്. അത് ഏത് പ്രകാരമാണ്? SS2 സെക്രട്ടറി സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. SS2 പ്രകാരമാണ് ചെയർമാൻ ആ ഓഡിറ്റ് കമ്മിറ്റിന്റെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. പ്രിസൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെ നടത്തി കൊണ്ടുപോവുക. പിന്നെ അടുത്തത് പറയുന്നത് ചെയർമാന്റെ റോൾ എന്താണ്? അതായത് ഒരു ബോർഡ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ഓഡിറ്റ് കമ്മിറ്റിനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണിത്. അതായത് ഓഡിറ്റ് കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ചെയർമാന്റെ റോൾ എന്താണെന്ന് പറയുന്നത്
ഒരു സെക്ഷനാണ് ഇത് പറയുന്നത്. ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്മിറ്റി ടു ആൻസർ ഷെയർ ഹോൾഡേഴ്സ് ക്വറീസ്. അതായത് ചെയർമാന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടന്നാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ സംശയങ്ങളും അതേപോലത്തെ അവർക്ക് വേണ്ടുള്ള കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഈ ചെയർമാന് ആൻസർ ചെയ്യണം. അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയി. ഇനി കോറം ഫോർ മീറ്റിംഗ് ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി. കോറം പഠിച്ചത് എങ്ങനെ? മിനിമം 2 ഡയറക്ടേഴ്സ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ 1/3 ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി പ്രസന്റ് ആയിരിക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് വേണം എന്നാണ് കോറത്തിൽ പറയുന്നത്. ആ മീറ്റിംഗിൽ വേണ്ട ആൾക്കാർ, ആ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആൾക്കാരുടെ സ്ട്രെങ്ത് ആണ് പറയുന്നത് കോറം. അപ്പൊ നമ്മള് തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇങ്ങനെ കൊടുക്കുന്നത്, റിസോൾവ് ദാറ്റ് ഫർദർ ദാറ്റ് the quorum for meeting of audit committee shall be 3 directors other than managing director, out of which 2 shall be independent directors. ഇതാ ഇതിൽ 6 പേരുണ്ട്. സോറി, 6 പേരുണ്ട്. 6 പേരിൽ 1/3 അല്ലെങ്കിൽ 2 ഡയറക്ടേഴ്സോ വേണം. 2 whichever is higher. ഇതിൽ കൊടുക്കുന്നത് 3 ഡയറക്ടേഴ്സ് ആണ്. അതിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ ഒഴിവാക്കും വേണം, ബാക്കി മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ഇതാണ് ഓഡിറ്റ് കമ്മിറ്റിന്റെ കോറം. അപ്പോ തേർഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. പിന്നെ എനി 2 ഫങ്ഷൻസ് ഓഫ് ദി സെറ്റ് കമ്മിറ്റി. നമ്മൾ സെക്ഷൻ 177 സബ്സെക്ഷൻ 4 പഠിച്ചിരിക്കുന്നത് ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. അതിൽ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് റിമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഓഡിറ്റേഴ്സ്. ഓഡിറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഓഡിറ്റേഴ്സ് ഓർത്ത് വെച്ചാൽ മതി. അവരെ റെക്കമെൻഡ് ചെയ്യുക, അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക, അവർക്ക് വേണ്ട റെമ്യൂണറേഷന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതാണ് ഓഡിറ്റ് കമ്മിറ്റിന്റെ പരിപാടി. അടുത്തത് പറയുന്നത് റിവ്യൂ ആൻഡ് മോണിറ്റർ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഡിറ്റ് പ്രോസസ്. ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം 2 എന്താ എനി 2 ഫങ്ഷൻസ് ഓഫ് സെറ്റ് കമ്മിറ്റി.
അടുത്തത് പറയുന്നത് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫങ്ഷൻസിൽ
നാലാമത്തെ ക്വസ്റ്റ്യൻസ് ഓഡിറ്റ് കമ്മിറ്റി, അതായത് സെക്ഷൻ 177 സബ്സെക്ഷൻ 4 ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. എന്നിട്ട് 2 മേക്ക് റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ്, റെമ്യൂണറേഷൻ ആൻഡ് ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. അടുത്തത് റിവൈസ് ആൻഡ് മോണിറ്റർ ദി ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി. സെക്ഷൻ 177 സബ്സെക്ഷൻ 4 നമ്മൾ പഠിച്ചതുപോലെ ഈ 2 കാര്യങ്ങൾ ഇതിലും പറഞ്ഞിരിക്കണം. പിന്നെ അതിന് പുറമെ തന്നെ റെഗുലേഷൻ 18 സെബി LODR റെഗുലേഷനിൽ പറഞ്ഞ പോലെ റിവ്യൂ ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സബ്മിറ്റ് ദി സെയിം ടു ദി ബോർഡ് വിത്ത് ഇറ്റ്സ് റെക്കമെൻഡേഷൻ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ക്വാർട്ടർലി ആൻഡ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ റിവ്യൂ ചെയ്തിട്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ അവരുടെ റെക്കമെൻഡേഷനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അറിയിക്കുക എന്നുള്ള അടുത്തൊരു ഫംഗ്ഷനാണ് സെബി റെഗുലേഷൻ 18 LODR റെഗുലേഷനിൽ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അതായത് നിങ്ങൾ പഠിച്ച പ്രൊവിഷനെ ഒരു ഡ്രാഫ്റ്റ് ആക്കി മാറ്റലാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. അതിൽ നമ്മൾ പഠിച്ച പ്രൊവിഷന് പുറമെ തന്നെ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റിസോൾവ് ദാറ്റ് പെർസെന്റ് ടു എന്നുള്ള സാധനം ആഡ് ചെയ്യുക, അതേപോലെ തന്നെ റിസോൾവ് ഫർദർ ദാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യന് ഡിമാൻഡിനനുസരിച്ചിട്ട് ഈ ഡയറക്ടേഴ്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ റിസോൾവ് ഫർദർ ദാറ്റ് ഈ സംഭവം ആഡ് ചെയ്യാം. ഫസ്റ്റിൽ നമ്മൾ റിസോൾവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ തുടങ്ങണുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ റിസോൾവ് ഫർദർ ദാറ്റ് എന്നാണ്. ഒരു ഡ്രാഫ്റ്റില് ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ റിസോൾവ് ദാറ്റ് എന്നാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ വരുമ്പോൾ റിസോൾവ് ഫർദർ ദാറ്റ്, ഇത് ശ്രദ്ധിക്കണം. പിന്നെ റിസോൾവ് ഫർദർ ദാറ്റ് എന്നാണ് ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി കൊടുക്കേണ്ടത്. ഇത് 4ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച പ്രൊവിഷനെ ഒരു ഡ്രാഫ്റ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. അപ്പോ ഫസ്റ്റിൽ നിങ്ങൾ പഠിച്ച പ്രൊവിഷനെ നന്നായി വൃത്തിക്ക് പഠിക്കുക. രണ്ടാമത്തത് ഇങ്ങനെയുള്ള ഓരോ ഡ്രാഫ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള ആകൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ. ഇത് മനസ്സിലാത്ത ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണം. ആർക്കാ? ഞാൻ റാൻഡായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും. അയാള് കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. ക്ഷേമ ഓഡിറ്റ് കമ്മിറ്റിന്റെ സെക്ഷൻ ഏതാ? പിന്നെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, പിന്നെ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഇൻ ഓഡിറ്റ് കമ്മിറ്റി, minimum number of member of directors in audit committee, member, minimum member, two by third independent directors and minimum member of independent directors. Question മനസ്സിലാക്കി പറയണം. Minimum member of independent directors in an audit committee, 2/3 of directors. What will happen if the company has SR equity shares? What will happen if the company has SR equity shares? What will affect the member of independent directors in that company? അതായത് ഒരു കമ്പനിക്ക് SR equity shares ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ സ്ട്രെങ്ത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? SR equity shares ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ഓഡിറ്റ് കമ്മിറ്റിയിൽ മൊത്തം ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സാ വരിക. എന്റെ പേരെന്താ? അജ്മൽ അല്ലേ? ആ, 2 ഫംഗ്ഷൻ പറയും.
ഓഡിറ്റ് കമ്മിറ്റിന്റെ 2 ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞാലും മതി. ഏത് ആൾക്കാരെ നിയമിക്കുക? ഓഡിറ്റ് കമ്മിറ്റി ആരെയാണ് നിയമിക്കണം? ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ നിന്നുള്ള ആൻസർ ഉണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയിലെ മെമ്പർമാർ ഓഡിറ്റ് കമ്മിറ്റിയാണ്. ഓഡിറ്റ് കമ്മിറ്റിയിലെ ഡയറക്ടർമാർ. ആ ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ള അതിൽ തന്നെ ആൻസർ ഉണ്ട്. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ആൻസർ ഉണ്ട്. ചെയർമാനെ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, റെമ്യൂണറേഷൻ കൊടുക്കുക. ഇതാണ് ഒരു ഒന്നാമത്തെ ഫംഗ്ഷൻ. അടുത്തത് അജ്മലെ ഓഡിറ്റ് കമ്മിറ്റിന്റെ ക്വാറത്തിനെ കുറിച്ച് പറയും. കോറം ഒരു മീറ്റിംഗിലെ കോറം. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞുക്കണോ? 2 members, 2 members ആണ് ഒരു ഓഡിറ്റ് കമ്മിറ്റിയിൽ മീറ്റിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 2 members ആണ്. ഓഡിറ്റ് കമ്മിറ്റിന്റെ മീറ്റിംഗ് വരികയാണെങ്കിൽ 2 members അല്ലെങ്കിൽ 1/3 ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഇതിൽ ആരെങ്കിലും വേണം. ടോപ്പിക് ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടോ. അത് വീക്കിലി ടെസ്റ്റ് എത്തുമ്പോ മനസ്സിലാകത്തുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. ഫംഗ്ഷൻ നോക്ക്. ഫംഗ്ഷൻ മനസ്സിലായില്ല എന്ന് പറയണേ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഓഡിറ്റ് കമ്മിറ്റി, ആ ഓഡിറ്റ് കമ്മിറ്റിയിൽ തന്നെ നിങ്ങൾ ആൻസർ ഡിറൈവ് ചെയ്യണം. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഓഡിറ്റർ. അപ്പോ ഈ ഓഡിറ്ററിനെയാണ് ഇവര് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാം. അതായത് റെക്കമെൻഡേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ്, റെമ്യൂണറേഷൻ, ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓഡിറ്റ് കമ്മിറ്റിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്, പക്ഷെ ഇവരെ റെക്കമെൻഡ് ചെയ്യാണ്. എന്തിനൊക്കെ? ഇവരെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ റെമ്യൂണറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടും. ഇന്ന ആളെ അപ്പോയിന്റ് ചെയ്യുക, ഇന്ന ആൾക്ക് എത്ര പൈസ കൊടുക്കണം, ഇന്ന ആൾ എത്ര കാലം ഈ കമ്പനിയിൽ നിൽക്കണം. 3 കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്യുന്ന പരിപാടിയാണ് ഓഡിറ്റ് കമ്മിറ്റിന്റെ ഫംഗ്ഷൻ. അടുത്തത് ഇൻഡിപെൻഡൻസ്. ആ ഓഡിറ്റ് കമ്മിറ്റി യാതൊരു വിധത്തിലും കമ്പനിയുമായിട്ട് ബന്ധമില്ല, ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. മോണിറ്ററി ബെനിഫിറ്റ് ഇയാൾക്ക് നിയമിച്ചതിൽ കൂടുതലില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് പ്രൊമോട്ടേഴ്സിനോ ഡയറക്ടേഴ്സിനോ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ റിവ്യൂ ആൻഡ് മോണിറ്റർ ചെയ്യുക, അതായത് ഇതിനെ പരിശോധിക്കുക, ഇതിനെ എല്ലാ രീതിയിലും കണക്കാക്കുന്ന പരിപാടിയാണ് ഓഡിറ്റ് കമ്മിറ്റിയിലുള്ളത്. മൂന്നാമത് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ദെയറിങ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെയും ഓഡിറ്റ് റിപ്പോർട്ടിന്റെയും എക്സാമിനേഷൻ ചെയ്യുക, അതിനൊക്കെ പരിശോധിക്കാം. പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഓർക്കുക. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ അപ്രൂവ് ചെയ്യുന്ന പരിപാടിയാണ് ഓഡിറ്റ് കമ്മിറ്റിക്കുള്ളത്. ആ ഒരു ഫംഗ്ഷനാണ്. പിന്നെ ഇന്റർ കോർപ്പറേറ്റ് ലോൺസ്, അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ലോൺ കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ എക്സാമിനേഷൻ ചെയ്യുന്ന പരിപാടിയാണ് ഓഡിറ്റ് കമ്മിറ്റി. സ്ക്രൂട്ടിനിറ്റി എന്ന് പറയുമ്പോൾ പരിശോധിക്കാം. വാല്യുവേഷൻ ഓഫ് അണ്ടർടേക്കിംഗ് ഓർ അസറ്റ്സ് ഓഫ് കമ്പനി. ഈ കമ്പനീന്റെ അസറ്റിനെയും അണ്ടർടേക്കിങ്ങിനെയും വാല്യുവേറ്റ് ചെയ്യുക. അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് 20% കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അണ്ടർടേക്കിങ്സ് എന്നൊക്കെ പറയും. പിന്നെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം കമ്പനീന്റെ ഫംഗ്ഷനെ സ്മൂത്ത് ആയിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് പറയുക. അതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനൊക്കെ പരിശോധിക്കുക, അതിനൊക്കെ കണക്കാക്കുക. പിന്നെ എൻഡ് യൂസ് ഓഫ് ഫണ്ട്സ് റേസ്ഡ് ത്രൂ പബ്ലിക് ഓഫേഴ്സ്. ഈ IPO-ലൊക്കെ കിട്ടിയ പൈസ ഏത് കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ മോണിറ്റർ ചെയ്യുക, പരിശോധിക്കുകയാണ് ഈ ഓഡിറ്റ് കമ്മിറ്റി ചെയ്യുന്നത്. ഇത് പഠിക്കാൻ കുറച്ച് സുഖത്തിന് ഞങ്ങള് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ വെച്ചാല് ഈ Aയും Bയും അല്ലേ, ഇത് ഓഡിറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ എന്നിട്ട് ഓർത്ത് വെക്കുക. രണ്ടാമത്തേത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ RPT. മൂന്നാമത്തെ ലോണ്,
പിന്നെ അസറ്റ്, പിന്നെ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്, പിന്നെ എൻഡ് യൂസ് ഓഫ് ഫണ്ട് റൈസർ IPO. ഈ കാര്യങ്ങൾ അടിവരട്ടാല് നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഓഡിറ്റേഴ്സിന് 2 പോയിന്റ് ഉണ്ടാവും. ഒന്നാമത് അവർക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാനും അവരെ റെക്കമെൻഡ് ചെയ്യാനും അവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എത്രയെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ചെയ്യുന്ന പരിപാടിയാണ് ഓഡിറ്റ് കമ്മിറ്റി. രണ്ടാമത്തേത് പറഞ്ഞാലും ഈ ഓഡിറ്ററിന്റെ ഇൻഡിപെൻഡൻസ്. ആ ഓഡിറ്റർ യാതൊരു വിധത്തിലുള്ള കമ്പനിയുമായിട്ട് പെക്യുനറി റിലേഷൻഷിപ്പ്, അതായത് പ്രൊവിഷൻ പ്രകാരമുള്ള അതിന്റെ അപ്പുറത്തുള്ള പെക്യുനറി റിലേഷൻഷിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോട്ടർ റിലേഷൻസോ ഇല്ലാന്ന് ഉറപ്പുവരുത്തുന്ന പരിപാടിയാണ് ഫസ്റ്റത്തെ റോള്. അതിൽ ഓഡിറ്റേഴ്സ് നോക്കുമ്പോൾ 2 പോയിന്റ് ഓർക്കുക. പിന്നെ അടുത്തത് പറഞ്ഞ എക്സാമിനേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ഓഡിറ്റ് റിപ്പോർട്ടിന് എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് അതിനെ അപ്രൂവ് ചെയ്യുക, എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ വരുത്താനോ വേണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇന്റർ കോർപ്പറേറ്റ് ലോൺസ്, ഈ ലോൺസിനൊക്കെ എക്സാമിനേഷൻ ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാറ്റഗറി ആയിട്ട് കൊടുക്കാം, ഇന്റർ കോർപ്പറേറ്റ് ലോൺസും ഇൻവെസ്റ്റ്മെന്റും. പിന്നെ വാലുവേഷൻ ഓഫ് അസറ്റ്സ്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. പിന്നെ എൻഡ് യൂസ് ഓഫ് ഫണ്ട്സ് ത്രൂ IPO. ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? എന്തെങ്കിലും മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ? ആർക്ക് മനസ്സിലായിരുന്നോ? ക്ലാസ്